പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ചാരവശാൽ ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം വൃശ്ചിക രാശിക്കാരുടെ 9-ാം ഭാവമാണ്, ഭാഗ്യഭാവമാണ്, തപോഭാവമാണ്, ഉപാസനാഭാവമാണ്. ഇവിടെ അഷ്ടമാധിപത്യ ദോഷമുണ്ട് ബുധന്. എങ്കിലും ബുധൻ ശുഭഗ്രഹങ്ങളോടുകൂടി 9-ാം ഭാവത്തിൽ വ്യാഴത്തോടും ശുക്രനോടും കൂടി നിൽക്കുന്നത് വളരെ നല്ലതാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചോളം. ആരൊക്കെയാണ് വൃശ്ചികൻ രാശി? വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ 9-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ധർമ്മേ സുധാർത്ഥ സുഖഭാഗ്, ശ്രുതം, അർത്ഥം, ധനം ഇതൊക്കെ ഭജിക്കുമെന്ന് നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇവിടെ എന്ത് ചെയ്യണം? ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചോളം. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ മാസങ്ങൾ, ഈ ബുധൻ നിൽക്കുന്ന ഈ ദിനങ്ങൾ തീർത്ഥാടനത്തിന് ഏറ്റവും നല്ലതാണ്. ബുധോ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ. ധാർമ്മികത, മതപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അതിൽ താല്പര്യം, വാസന ഉണ്ടാകും. അതിധീമാൻ, നല്ല ബുദ്ധി പ്രകടിപ്പിക്കും. ഇവിടെ ബുദ്ധിപതിയായ വ്യാഴത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ബുദ്ധികാരകനാണ് ബുധൻ. അതിനാൽ പഠിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കോളർഷിപ്പ്, അവരുടെ വിദേശയാത്ര, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ മൗഢ്യമില്ലാത്ത സമയത്ത് ചെയ്യണം. ബുധൻ സഹായിക്കും. ഭവേത് ദീക്ഷിത സ്വർദ്ദുനി സ്നാതക, പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ വേണ്ടി സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുലോദ്യോതകത് ഭാനുവത് ഭൂമിപാലം, തൻ്റെ കുലത്തിന് പ്രകാശം കൊടുക്കും സൂര്യനെ പോലെ. പ്രതാപാധിക, തനിക്ക് പ്രതാപത്തിൻ്റെ ആധിക്യം വരും, താൻ പ്രതാപം പ്രകടിപ്പിക്കും. ബാധകോ ദുർമുഖാനാം, മുഖം തിരിഞ്ഞു നിൽക്കുന്നവരെയൊക്കെ സംസാരിച്ച് മധ്യസ്ഥത, ടീം ലീഡർഷിപ്പ് ഇതൊക്കെ ബുധൻ പ്രദാനം ചെയ്യും. ഇവിടെ കൺസൾട്ടൻസിന് ഏറ്റവും നല്ല സമയമാണ്. അപ്രകാരം ഏജൻസ്, ബ്രോക്കേഴ്സ്, ഭൂമിയുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്കൊക്കെ തന്നെ ഈ ബുധൻ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യുമെന്ന് അറിയുക. അതിനാൽ നല്ലതാണ്. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. കർക്കിടക മാസം വരികയാണ്. പിതൃക്കളുടെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ തന്നെ ഈ ബുധൻ പ്രാപ്തനാക്കും ഒരു വ്യക്തിയെന്ന് അറിയുക. നന്ദി, നമസ്തേ.